ഗത്സമന ഒരു വലിയ എക്സ്പീരിയൻസാണ്. കർത്താവ് പലപ്പോഴും പോയിട്ടുള്ള സ്ഥലമാണ്, പ്രാർത്ഥനയ്ക്ക് വേർതിരിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലമാണ്. പക്ഷെ ഇന്ന് ഗത്സമന വളരെ ഗൗരവമുള്ള ഒരു വിഷയമായിട്ട് മാറുകയാണ്. ഗത്സമന എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു ഫോട്ടോയുടെ രൂപമുണ്ട്. ഒരുപക്ഷെ ക്രിസ്തുവിനെ ഏറ്റവും അടുത്തറിഞ്ഞത് ഗത്സമന തോട്ടത്തിന്റെ ചിത്രത്തോടുള്ള ബന്ധത്തിലാണെന്നാണ് എൻ്റെ വിചാരം. ഓർമ്മ വെക്കുന്നതിന് മുമ്പ് തന്നെ കണ്ടു ശീലിച്ച ഒരു ചിത്രമാണ്. അവിടെ മുട്ടുകുത്തി നിൽക്കുന്ന, ഉയരത്തിലേക്ക് ശ്രദ്ധയോടെ നോക്കുന്ന, കണ്ണും കാതുമെല്ലാം ഉയരത്തിൽ കൂർപ്പിച്ചിരിക്കുന്ന ഒരു ക്രിസ്തു രൂപം. അതുതന്നെയാണോ ക്രിസ്തുവിന്റെ ആകാരമെന്നൊന്നും അറിയാൻ പാടില്ലെങ്കിലും ക്രിസ്തുവെന്ന് പറഞ്ഞാൽ ഓടിയെത്തുന്നത് ഗത്സമനായിലെ ആ ചിത്രമാണ്. അത് വരച്ച ചിത്രകാരൻ ഭാഗ്യം സിദ്ധിച്ചവനാണ്. കാരണം മനുഷ്യ ഹൃദയത്തിന്റെ അകത്തളങ്ങളിലേക്ക് ക്രിസ്തുഭാവം പകർത്തി നൽകുവാൻ ആ ചിത്രം വളരെ വളരെ പ്രയോജനപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ഗത്സമന സംഘർഷപൂരിതമായ ഒരു രംഗമാണ്. ശാന്തതയെന്നോ സമാധാനമെന്നോ സ്വസ്ഥതയെന്നോ പറയാനൊക്കില്ല ഗത്സമന. എന്താണ് അവിടെ അരങ്ങേറുക? അത് സൂക്ഷ്മമായി പഠിച്ചാൽ ആരുടെ മനസ്സാണ് തകരാതിരിക്കുക? അത് വായിക്കുമ്പോൾ ആരുടെ അധരങ്ങളാണ് വിറയ്ക്കാതിരിക്കുക? യേശുക്രിസ്തു പങ്കപ്പാടുകളുടെ ആരംഭത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഗത്സമന സംഭവത്തെ അനുസ്മരിക്കുമ്പോൾ ഹൃദയം ഒരുപാട് നോവുമെന്നാണ് എൻ്റെ വിചാരം. ഗത്സമനായിലെ 4 അനുഭവങ്ങൾ നമ്മുടെ ജീവിതവുമായിട്ടൊന്ന് താരതമ്യപ്പെടുത്താൻ ശ്രമിക്കുക. ഗത്സമനായിലെ ഒന്നാമത്തെ അനുഭവം എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ അനുഭവമാണ്. നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതമാണ് ആ പ്രാർത്ഥന. ആ പ്രാർത്ഥന കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമെന്നുള്ളതാണ്. ആ പ്രാർത്ഥന അവസാനിക്കുന്നത് എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ. ഗത്സമനായിലെ പ്രാർത്ഥനയെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് അവന്റെ വിയർപ്പ് നിലത്ത് വീണത് രക്തമായിട്ടാണ്. എത്രമാത്രം വേദന, മനപ്രയാസം അവൻ അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് അവതരിപ്പിക്കുവാൻ, എഴുത്തുഭാഷയിൽ അവതരിപ്പിക്കുവാനുള്ള ഒരു ശ്രമം മാത്രമാണത്. അല്ലെങ്കിലും ക്രിസ്തുവിനെ കുറിച്ച് പലതും പറയാൻ ശ്രമിച്ചിട്ട് വാക്ക് കിട്ടാതെ പരതിപ്പോകുന്നു വേദപുസ്തക രചയിതാക്കൾ എന്ന് വേണം കരുതാൻ. താബോർ മലയിൽ ക്രിസ്തുവിന്റെ രൂപാന്തരത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് അവന്റെ തേജസ്സെന്ന് പറഞ്ഞ് പഠിപ്പിക്കുവാൻ, പറഞ്ഞ് പ്രതിഫലിപ്പിക്കുവാൻ കഴിയാഞ്ഞിട്ട് ഒരലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയാത്ത എന്ന് പറഞ്ഞ് നിർത്തുകയാണ്. അതിന്റെ ബാക്കി നമുക്ക് വായിച്ചെടുക്കാം. ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെയാണ്. വാക്കുകൾക്ക് വിശദീകരിക്കാനാവാത്തൊരു മാസ്മരഭാവമാണവൻ. നെഞ്ചിലേറ്റുന്നവർ ആരാധനയോടെ കാണുന്ന ആ ഭാവം വാചകങ്ങൾക്ക് അവതരിപ്പിക്കുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അതാണ് നമ്മുടെ കർത്താവ്. അവന്റെ അടുക്കലേക്കാണ് നാം ചേർന്ന് വരിക. ഇവിടെ പറയുന്നത് വിയർപ്പ് രക്തമായിട്ട് നിലത്ത് വീഴുകയാണ്. അത്യധികം ഹൃദയവേദനയോടെ തമ്പുരാൻ പ്രാർത്ഥിക്കും. യേശു എത്ര പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്? പകല് മുഴുവൻ പ്രവർത്തിച്ചിട്ട് രാത്രിയിൽ ഒറ്റയ്ക്ക് വേറിട്ട് പോയി പ്രാർത്ഥിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. പ്രവർത്തനം മാത്രമല്ല, പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായ പ്രവൃത്തിയാണ് അവൻ്റെ. ആ പ്രാർത്ഥനയെക്കുറിച്ചൊന്നും വേദപുസ്തകം കാര്യമായിട്ട് എഴുതിയിട്ടില്ല. ആ പ്രാർത്ഥന പോലെ അല്ല. ഒരുപക്ഷെ ഗത്സമനയിൽ ഇതിനു മുമ്പ് തമ്പുരാൻ പലതവണ പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം. എന്നാൽ ആ പ്രാർത്ഥനകളൊന്നും പരാമർശിക്കപ്പെടാത്ത പ്രാർത്ഥനകളാണ്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തവും അതുമായി താരതമ്യം ചെയ്യാനൊക്കാത്തതുമായൊരു പ്രാർത്ഥനയുടെ അനുഭവമാണ്. ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താണെന്ന് ഇന്ന് വായിച്ചെടുക്കാൻ ശ്രമിക്കുക. ഇതൊരു ഒറ്റപ്പെട്ടവന്റെ പ്രാർത്ഥനയാണ്. ഒറ്റപ്പെട്ടവന്റെ വേദനയാണ് പ്രാർത്ഥനയിൽ പ്രതിഫലിക്കുക. കഴിഞ്ഞ ഞായറാഴ്ച എന്തൊരു ആരവമായിരുന്നു! ഹോസാനയുടെ ആഘോഷമാണ്. ആഘോഷങ്ങളുടെ ഔന്നത്യത്തിൽ നിന്ന് വേദനകളുടെ കയത്തിലേക്ക് തമ്പുരാൻ പ്രയാണം ചെയ്യുകയാണ്. ആഘോഷങ്ങളിൽ നിന്ന് വേദനകളിലേക്ക് അധിക ദൂരമില്ല. സുഖത്തിൽ നിന്ന് ദുഃഖത്തിലേക്ക് അധിക ദൂരമില്ല. ആരോഗ്യത്തിൽ നിന്ന് അനാരോഗ്യത്തിലേക്കും അധികം ദൂരമില്ല. ഇതാ ഹോസാനയുടെ ജൈവിളികൾ ഏറ്റുവാങ്ങിയവൻ ഇന്ന്
ഗത്സമനിയിൽ ഒറ്റപ്പെടുകയാണ്. ആ ഒറ്റപ്പെടൽ അക്ഷരികമായി തന്നെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ശിഷ്യനെ കുറിച്ച് അവിടെ പറയുന്നില്ല. ബാക്കി 11 പേരിൽ 8 പേരെ കുറെ ദൂരം മാറ്റി നിർത്തി. അവിടെ നിന്ന് 3 പേരെ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോയി. അവരെ അടുത്ത സ്റ്റോപ്പിൽ, അടുത്ത സ്ഥാനത്ത് നിർത്തി. വീണ്ടും യേശു ഒറ്റയ്ക്ക് യാത്ര ചെയ്യുകയാണ്. മുട്ടുകുത്താൻ വേണ്ടിയുള്ള യാത്രയാണ്. വിയർപ്പ് രക്തമാകുന്ന വേദനയുടെ യാചനയ്ക്ക് വേണ്ടിയുള്ള യാത്രയാണ്. 8 പേർക്കറിയാൻ പാടില്ല കഥ എന്താണെന്ന്. കുറച്ചുകൂടെ ചേർത്ത് നിർത്തിയ 3 പേർക്ക് മനസ്സിലാവുന്നില്ല എന്താണ് അവന്റെ മനോവിചാരമെന്ന്. സഹോദരങ്ങളെ, ഒറ്റപ്പെട്ട ഒരു യാത്രയിലേക്ക് ക്രിസ്തു ഇറങ്ങിത്തിരിക്കുകയാണ്. ഈ ലോകത്തിൽ ഏറ്റവും വലിയ വേദന ഏതാണെന്ന് ചോദിച്ചാൽ അനാഥത്വമാണ്. ഒറ്റപ്പെട്ടു പോയി എന്നുള്ളതാണ്. ആരുമില്ല എന്നുള്ള സങ്കടമാണ്. ബെഥസ്ദാ കുളത്തിന്റെ കരയിൽ കിടന്നവനോട് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവന്റെ മറുപടി ആരുമില്ല എന്നാണ്. കുളത്തിലിറക്കുവാൻ ആരുമില്ല എന്നാണ്. എല്ലാവരും ഉണ്ടെങ്കിലും നമ്മൾ ചിലപ്പോഴൊക്കെ ഒറ്റപ്പെട്ടു പോകാറുണ്ട്. ഒരു വലിയ മാരകമായ രോഗത്തിന് വിധേയനായി കഴിഞ്ഞാൽ ആരൊക്കെ സ്നേഹിക്കാനും ശുശ്രൂഷിക്കാനും സഹായിക്കാനും സംരക്ഷിക്കുവാനും ഉണ്ടെങ്കിലും ഒറ്റപ്പെടുകയാണ്. മനസ്സുകൊണ്ട് ഒറ്റപ്പെട്ടു പോവുകയാണ്. ഏതെല്ലാം തരത്തിലാണ് ഒറ്റപ്പെടലിന്റെ വീർപ്പുമുട്ടൽ, ഒറ്റപ്പെടലിന്റെ വേദന നാം ഇന്ന് ഏറ്റുവാങ്ങുന്നത്? ഭവനത്തിൽ കഴിയുന്ന ഒറ്റപ്പെട്ട എത്രയോ ആളുകളുണ്ട്. കോവിഡിന്റെ വലിയ സമ്മാനം ഏകാന്തതയായിരുന്നു. കോവിഡ് വരുത്തിവെച്ച ഭീകരതയും അതുതന്നെയായിരുന്നു. ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ള ഭീതി. 15 ദിവസത്തെ ക്വാറന്റൈൻ, അത് പേടിച്ചിട്ടാണ് നമ്മൾ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാൻ തയ്യാറായത്. ഒറ്റപ്പെട്ടു പോയാലത്തെ ഭീകരത. ഇതാ ക്രിസ്തു ഒറ്റപ്പെടാൻ പോവുകയാണ്. സന്തത സഹചാരികളായി കൂടെ കൊണ്ടു നടന്ന 12 പേരെ എപ്പോഴും ഉണ്ടാകും എന്ന് വിചാരിച്ച 12 പേരിൽ നിന്നും വേറിട്ടൊരു മാറ്റമാണ്. ഒരൊറ്റപ്പെടലിന്റെ യാത്രയിലേക്ക് ക്രിസ്തു വരികയാണ്. സഹോദരങ്ങളെ, എന്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒറ്റപ്പെടലിന്റെ അനുഭവം, ഭാര്യയും ഭർത്താവും മക്കളും എല്ലാവരും ഉള്ളപ്പോ ഒറ്റപ്പെട്ടു പോയി എന്നൊരു വേദന നമ്മുടെ മനസ്സിനെ മതിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് നിന്റെ ക്രിസ്തു അനുഭവിക്കുന്ന വേദനയിലാണ് നീ പങ്കുകാരായിരിക്കുന്നതെന്ന് ഓർക്കുക. ഈ ഒറ്റപ്പെട്ട വേദനയുമായിട്ട് നിൽക്കുന്നിടത്താണ് കൂടെ വരുവാൻ ആർക്കും കഴിയാത്തയിടത്തേക്കുള്ളൊരു യാത്രയാണ്. അവിടെയാണ് വിയർപ്പ് രക്തമായിട്ട് വീഴുക. പഴയ നിയമത്തിലൊരു സംഭവം അവതരിപ്പിക്കുന്നുണ്ട്. ഒരു ഗുരുവും ശിഷ്യനും യാത്ര ചെയ്യുന്നു. ഗുരു ശിഷ്യനോട് പറയുകയാണ്, നീ എൻ്റെ കൂടെ പോരണ്ട, ഞാൻ പോകുന്നിടത്ത് വരുവാൻ നിനക്ക് കഴിയുകയില്ല. ഏലിയാവ് എലീസയോട് പറഞ്ഞതാണ്. ഇതുപോലെ ആർക്കും കടന്നു വരാനൊക്കാത്ത വഴിയിലൂടെ, ആർക്കും കടന്നു വരാനൊക്കാത്ത ഇടത്തേക്ക് ക്രിസ്തു യാത്രയാവുകയാണ്. സഹോദരങ്ങളെ, ആ യാത്രയിലെ പ്രാർത്ഥനയാണ്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒന്ന് നീക്കിത്തരണേ എന്നുള്ള, ഇതൊന്ന് മാറ്റിത്തരണേ എന്നാണ് പ്രാർത്ഥന. ഇത് പ്രാർത്ഥനയുടെ ആരംഭമാണ്. നമ്മളൊക്കെ നെടുവീർപ്പെട്ടുകൊണ്ട് പല കാര്യങ്ങളും ദൈവത്തോട് പറയത്തില്ലേ? അതുപോലെ നമ്മുടെ ആരോഗ്യം സംബന്ധിച്ച്, നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ച്, നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചൊക്കെ നമ്മൾ പറയും, നിലവിളിച്ചുകൊണ്ട് പറയും. ഇതൊന്ന് മാറ്റിത്തരണേ എന്ന് നിലവിളിച്ചുകൊണ്ട് പറയുകയാണ് ക്രിസ്തു. അത് പ്രാർത്ഥനയുടെ ആരംഭമാണെന്നാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ പ്രാർത്ഥനയുടെ ഒടുക്കം എന്താണ്? എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്നാണ്. എല്ലാ പ്രാർത്ഥനകളും അവസാനിക്കേണ്ടത് ഇങ്ങനാണ്, നിന്റെ ഇഷ്ടം. ആദ്യം പറഞ്ഞത് എൻ്റെ ഇഷ്ടമാണ്, ഇപ്പൊ പറയുന്നത് നിന്റെ ഇഷ്ടമാണ്. മാറ്റിത്തരണേ എന്ന് പറഞ്ഞത് എൻ്റെ ഇഷ്ടമാണ്, എന്നാൽ നടക്കേണ്ടത് നിന്റെ ഇഷ്ടമാണ്. ഗത്സമനായിലെ ഒന്നാമത്തെ അനുഭവം എന്താണ്? സ്വന്തം ഇഷ്ടത്തിൽ നിന്ന് ദൈവ ഇഷ്ടത്തിലേക്കുള്ള മനം മാറ്റമാണ് ഗത്സമനായിലെ പ്രാർത്ഥന. സ്വന്തം താല്പര്യങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ ഹിതത്തിലേക്കുള്ള മാറ്റമാണ്. അതുകൊണ്ടാണ് അവൻ പറഞ്ഞു പഠിപ്പിച്ചത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ നീ പറയണം, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ഇത് അമ്മ പറഞ്ഞു കൊടുത്ത പ്രാർത്ഥനയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്.
അങ്ങനെ ആവില്ല, ആകാൻ വഴിയില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം. പക്ഷേ ഗബ്രിയേൽ മാലാഖയുടെ വാക്കിനു മുമ്പിൽ അമ്മ പറഞ്ഞ വാചകം ഇതാണ്: ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം എനിക്ക് ഭവിക്കട്ടെ. അമ്മ പ്രാർത്ഥിച്ച അതേ പ്രാർത്ഥനയാണ് മകൻ ഏറ്റുചൊല്ലുന്നത്. അമ്മ പഠിപ്പിച്ചു എന്ന് പറയുവാൻ ഞാൻ ആളല്ല. ഒരുപക്ഷെ അമ്മ ചൊല്ലിക്കേട്ടിട്ടുള്ള, അമ്മ പറഞ്ഞു ശീലിപ്പിച്ചിട്ടുള്ള പ്രാർത്ഥന ജീവിതത്തിന്റെ ഏറ്റവും സന്നിഗ്ധമായ നിമിഷം പുത്രന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നതാണോ? മാനുഷികമായി അങ്ങനൊന്ന് ചിന്തിച്ചു പോയി എന്നേ ഉള്ളൂ. അവൻ ദൈവമാണ്, എല്ലാം അറിയുന്ന സർവജ്ഞനെ കുറിച്ച് അവനെ ആരെങ്കിലും പറഞ്ഞു പഠിപ്പിച്ചു എന്ന് പറയുന്നത് അബദ്ധമാണ്. സഹോദരങ്ങളെ, ഇവിടെ അമ്മ ചൊല്ലിയ അതേ പ്രാർത്ഥന, അമ്മ എപ്പോഴാണത് ചൊല്ലിയത്? വേദനകളുടെ സമാരംഭത്തിലാണ്, ഹൃദയത്തിലേക്ക് വാളേറ്റെടുക്കുമ്പോഴാണ്. കേട്ടത് സന്തോഷത്തിന്റെ വാർത്തയാണെങ്കിലും അനുഭവം ദുഃഖമായിരുന്നു. പലപ്പോഴും അങ്ങനാണ്. കേൾക്കുന്നത് ആനന്ദത്തിന്റെ വാർത്തയാണ്: കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം അഥവാ സമാധാനം. കേട്ടത് ആശംസാവാചകമാണ്, അനുഭവത്തിൽ അത് വേദനയാണ്, അനുഭവത്തിൽ അത് ദുരിതമാണ്. അത്രയും പറഞ്ഞു വെച്ചാൽ പോരാ, അതൊരു ദുരന്തമായിരുന്നു എന്ന് പറയുന്നതാവും കുറെ കൂടെ ശരി. ആ ദുരന്തം ഏറ്റുവാങ്ങാൻ മറിയ നിന്നുകൊടുത്തതാണ്, പുരുഷനെ അറിയായികയാൽ. അതിനേക്കാൾ വലിയ വിശദീകരണമൊന്നും അതിന് വേണ്ട. ഗർഭവതിയാകാൻ പോകുന്നത് പുരുഷനെ അറിയാത്ത സ്ത്രീയാകുമ്പോൾ സമൂഹത്തിൽ അത് വരുത്തിവെക്കുന്ന, സമൂഹത്തിൽ അത് രൂപപ്പെടുത്തുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് ഓർത്താൽ ആരുടെ മനസ്സാണ് തകർന്നു പോകാതിരിക്കുക? ഗത്സമനയിൽ മുട്ടുകുത്തിയ മകന്റെ വിയർപ്പ് രക്തമായി മാറുന്നത് പോലെ ഗബ്രിയേലിന്റെ ആശംസാ വാചകങ്ങളുടെ അവസാന ഘട്ടമാകുമ്പോ മറിയാം വിറങ്ങലിക്കുകയാണ്. ഏറ്റെടുക്കുവാൻ കഴിയുന്നതിനപ്പുറമുള്ള ദൈവിക അനുഗ്രഹത്തിന്റെ മുമ്പിൽ വിറങ്ങലിക്കുന്ന അധരങ്ങളോടെ മറിയാം ചൊല്ലുന്ന വാചകാണ്: നിന്റെ ഹിതം ഭവിക്കട്ടെ. മകൻ പറയുകയാണ്: എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം. എൻ്റെ ഇഷ്ടത്തിൽ നിന്ന് നിന്റെ ഇഷ്ടത്തിലേക്കുള്ള മാറ്റമാണ് ഗത്സമനയിലെ ഒന്നാമത്തെ പാഠം. നാം ചുമന്നുകൊണ്ട് നടക്കുന്നത് നമ്മുടെ കുറെ ഇഷ്ടങ്ങളാണ്. നാം പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കുറെ ഇഷ്ടങ്ങളുടെ സമാപ്തിക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ സാഫല്യത്തിന് വേണ്ടിയാണ്. നാം അധ്വാനിക്കുന്നതും നമ്മുടെ കുറെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായിട്ടാണ്. സത്യത്തിൽ സഹോദരങ്ങളെ, വെറുതെ വെച്ച് നീട്ടിയ ഒരു ഔദാര്യമാണല്ലേ നമ്മുടെ ജീവിതം. ഈ ഔദാര്യത്തിന്റെ നടുവിൽ നിന്നുകൊണ്ടൊന്ന് ആലോചിച്ചാൽ, എൻ്റെ ഇഷ്ടത്തിനാണോ അവന്റെ ഇഷ്ടത്തിനാണോ പ്രാധാന്യം കൊടുക്കേണ്ടത്? എൻ്റെ ഇഷ്ടത്തിനാണോ അവന്റെ ഇഷ്ടത്തിനാണോ ഞാൻ വില കൽപ്പിക്കേണ്ടത്? എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം അവന്റെ ഇഷ്ടമാണെന്നറിഞ്ഞാൽ ഒന്ന് നിന്നുകൊടുത്താൽ പോരെ? നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞു. ഗത്സമനായുടെ ആദ്യ പാഠമാണ് ഞാൻ പറഞ്ഞത്. സ്വന്തം ഇഷ്ടത്തിൽ നിന്ന് ദൈവ ഇഷ്ടത്തിലേക്കുള്ള മാറ്റമാണ്. അതിൽ തന്നെ മറ്റൊരു കാര്യം കൂടെ നാം ഓർക്കേണ്ടതുണ്ട്. പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ നിലവിളിയാണ്. പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ വലിയ സങ്കടമാണ്. പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ എനിക്കിത് ഏറ്റെടുക്കാൻ കഴിയുകയില്ല എന്നുള്ള തകർന്ന ഹൃദയത്തിന്റെ സാഹചര്യമാണ്. പ്രാർത്ഥന അവസാനിക്കുമ്പോ, ആ മുട്ടുകുത്തി എഴുന്നേൽക്കുമ്പോ ക്രിസ്തു മാറുകയാണ്. എന്തും ഏറ്റെടുക്കുവാൻ ചങ്കൂറ്റമുള്ളവനായി, എന്തും നേരിടുവാൻ ധൈര്യമുള്ളവനായി, എന്തും വരട്ടെ എന്ന് വെക്കുവാൻ കൽപ്പുള്ളവനായി ക്രിസ്തു മാറുകയാണ്. ഗത്സമനയിലെ പ്രാർത്ഥനയുടെ സമ്മാനമതാണ്. പ്രാർത്ഥന ദൈവത്തെ മാറ്റാനുള്ളതല്ല, മറിച്ച് നമുക്ക് മാറ്റം വരുത്തി വെക്കുവാനുള്ളതാണ്. നാം മാറുവാനുള്ള, നമുക്ക് മാറ്റം സംഭവിക്കുവാനുള്ള മുഖാന്തരമാണ് പ്രാർത്ഥന. പ്രാർത്ഥനയിലൂടെ മാറേണ്ടത് നാമാണ്. പ്രാർത്ഥന മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നു. എന്തിന്? ദൈവഹിതത്തിന് വേണ്ടി നിലകൊള്ളാൻ. അതെത്ര കഠിനമായാലും, അതെത്ര വേദനാജനകമായിരുന്നാലും ദൈവഹിതത്തിന് വേണ്ടി നിലകൊള്ളുവാൻ ഒരു മനുഷ്യനെ പ്രാപ്തനാക്കുന്നതാണ് പ്രാർത്ഥന. ഗത്സമനയുടെ ഒന്നാം പാഠത്തിൽ നിന്ന് മാറുകയാണ്. ഗത്സമനയിൽ കാണുന്ന രണ്ടാമത്തെ വളരെ സങ്കടകരമായ ഒരു പാഠമുണ്ട്. അതിങ്ങനാണ്: യേശു പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വന്നു. അതൊരു പ്രാവശ്യമല്ല,
3 പ്രാവശ്യം വരുന്നുണ്ട്. ഓരോ പ്രാവശ്യം വരുമ്പോഴും ശിഷ്യന്മാർ ഉറങ്ങുകയാണ്. ആരുടെ അടുക്കലാണ് വന്നതെന്ന് വ്യക്തമായിട്ട് സൂചനകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ശിഷ്യന്മാരെന്ന് പൊതുവിൽ നമുക്ക് കാണാം. വിയർപ്പ് രക്തമായിട്ട് നിലത്ത് വീണ് നിലവിളിയോടെ പ്രാർത്ഥിച്ചവൻ മടങ്ങി തന്റെ ശിഷ്യന്മാരുടെ അടുത്ത് വരുമ്പോ അവരുറക്കം തൂങ്ങുകയാണ്. ഇന്ന് രാവിലെ പെസഹായിക്ക് നിന്നപ്പോ തൂങ്ങിയ പോലെ. നടക്കുന്നത് വലിയ സംഭവമാണെങ്കിലും തൂങ്ങിപ്പോകും. പങ്കാളിത്തവും കുറയുമ്പോഴാണ് തൂങ്ങുന്നത്. മനസ്സവിടെ അല്ലാത്തപ്പോഴാണ് തൂങ്ങിപ്പോകുന്നത്. ചൊല്ലേണ്ടത് ചൊല്ലാതെ വരുമ്പോഴാണ് തൂങ്ങലുണ്ടാവുക. തൂങ്ങുന്നതിന്റെ കാരണം മറ്റൊന്നല്ല. സഹോദരങ്ങളെ, ശിഷ്യന്മാർ ഉറങ്ങുകയാണ്. ഒന്നാലോചിച്ച്, ഉറങ്ങാനൊക്കാത്ത ക്രിസ്തുവും ഉറങ്ങുന്ന ശിഷ്യന്മാരും തമ്മിലുള്ള മാനസിക അന്തരം. ഇതാണ് മനസ്സിന്റെ വൈപരീത്യം. കൂടെ നിൽക്കുകയാണ്, കൂടെ ഉണ്ടാവും എന്ന് ഉറപ്പാക്കിയിട്ടുള്ളവരാ. നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല എന്ന് പറഞ്ഞവൻ ആ കൂടെയുണ്ട് കേട്ടോ. അവനെയാണ് കുറച്ചുകൂടെ അടുത്തുകൊണ്ട് നിർത്തിയിരിക്കുന്നത്. അവനും ഉറങ്ങുക, അവനും മയക്കത്തിലാണ്. ക്രിസ്തുവിന്റെ മനസ്സറിയാൻ കഴിയാതെ പോയ ശിഷ്യന്മാർ മയക്കത്തിലാണ്. നമുക്കൊക്കെ പലപ്പോഴും പറ്റുന്ന അബദ്ധങ്ങളുടെ കാരണം ക്രിസ്തുവിന്റെ മനസ്സറിയാൻ മേലാതെ പോകുന്നു എന്നുള്ളതാണ്. ദൈവത്തിന്റെ അവന്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ചില ധാരണകളും വിധികളും ഒക്കെ ഉണ്ട്. സഹോദരങ്ങളെ, ശിഷ്യന്മാർ ഉറങ്ങുകയാണ്. അവിടെ ക്രിസ്തു ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്നെ ഏറെ വേദനിപ്പിച്ചിട്ടുള്ളത്. അത് എന്നോടാണോ എന്നുള്ളതാണ് എന്നെ വേദനിപ്പിച്ച വിഷയം. ഒരു നാഴിക എന്നോടുകൂടെ ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്നുള്ളതാണ്. ഒരു നാഴിക എന്നോടുകൂടെ ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിയുകയില്ലേ? ക്രിസ്തു ഒരിക്കൽ പറഞ്ഞു, നിന്റെ കൂട്ടത്തിൽ ഒരു നാഴിക പോണോന്ന് ചോദിക്കുന്നവന്റെ കൂടെ 2 പോകും. അതാണ് ക്രിസ്തുവിന്റെ പ്രമാണം. ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ചാൽ മുഴുവത്തോടെ കൊടുക്കുകയാണ്. വഴിയരികിൽ യെരൂശലേം യെറിഹോ വീഥികളിൽ വീണ് കിടക്കുന്നവനെ കണ്ടിട്ട് താങ്ങിയൊന്ന് എഴുന്നേൽപ്പിച്ചിട്ട് പോയാൽ മതി. മുഴുവത്തോടെ ഏറ്റെടുക്കുകയാണ്. ഒരു നാഴിക അല്ല, 2 നാഴികയാണ് അവന്റെ പ്രമാണം. ഞാൻ ചെയ്യേണ്ടത് ചെയ്യുന്നതാണ് ഒരു നാഴിക. ചെയ്യേണ്ടതിനപ്പുറത്തേക്ക് വരുമ്പോഴാണ് 2 നാഴികയാവുക. ഒരു പിതാവെന്നുള്ള നിലയിൽ എൻ്റെ ഉത്തരവാദിത്വങ്ങൾ ഒരു നാഴികയാണ്. ഒരു കുടുംബസ്ഥൻ ഉള്ള നിലയിൽ എൻ്റെ ഉത്തരവാദിത്വങ്ങൾ ഒരു നാഴികയാണ്. എൻ്റെ ജോലി എന്താണോ ആ ഉത്തരവാദിത്വം ഒരു നാഴികയാണ്. ഇതിനപ്പുറത്ത് ഞാൻ ചെയ്യണമെന്ന് നിർബന്ധമില്ലാത്തിടങ്ങളിലേക്ക് എൻ്റെ കരം നീളുമ്പോ, എൻ്റെ മനസ്സ് നീളുമ്പോ അതിനാണ് 2-ാം നാഴിക എന്ന് പറയും. ചെയ്യേണ്ടതിനുമപ്പുറം, ചെയ്യേണ്ടതിൽ പോലും നമ്മൾ തോറ്റുപോവുകയാണ്. ഒരു നാഴികയെ പോലും നമുക്ക് പിടിച്ചു നിൽക്കാൻ ഒക്കുന്നില്ല. ചെയ്യേണ്ട കാര്യങ്ങൾ പോലും നമ്മൾ പരാജയപ്പെട്ട് നിൽക്കുകയാണ്. എത്ര എത്തിയിട്ടില്ല, ജയിച്ചിട്ടില്ല ഒരു നാഴികയിൽ. ഇതാ ക്രിസ്തുവിന്റെ വാക്കുകളാണ്. ഒരു നാഴിക വരാമോ എന്ന് ചോദിക്കുന്നവന്റെ കൂടെ 2 നാഴിക, 2-ാം നാഴികക്കാരാകണം. ഇതാണ് പ്രമാണം. എന്നോട് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് നീ വെറും 1-ാം നാഴികക്കാരനാകരുത്. അത് നിന്റെ കമ്മിറ്റ്മെന്റ് ആണ്, അത് നിന്റെ ബാധ്യതയാണ്. അതാണ് 1-ാം നാഴിക. എന്നാൽ അതിനപ്പുറത്തേക്ക് ഒരു കാൽവെപ്പ് നിനക്കുണ്ടാകണം. പാവപ്പെട്ടവരെ കാണുമ്പോൾ സഹായിക്കുന്നതും, ദുരന്തങ്ങൾ കാണുമ്പോൾ അടുത്ത് ചെല്ലുന്നതും, തകർന്നവനെ കാണുമ്പോൾ മഹാമനസ്കതയോടെ അവനു വേണ്ടി നിലകൊള്ളുന്നതും ഒക്കെ 2-ാം നാഴികക്കാരാണ്. അതെന്റെ മകനു വേണ്ടിയാകുമ്പോൾ 1-ാം നാഴികയാണ്. അതെന്റെ ഭാര്യയ്ക്ക് വേണ്ടിയാകുമ്പോൾ 1-ാം നാഴികയാണ്. അതെന്റെ പള്ളിക്ക് വേണ്ടിയാകുമ്പോൾ 1-ാം നാഴികയാണ്. അതിനപ്പുറത്തേക്ക് നീളുമ്പോഴാണ് 2-ാം നാഴിക. ഈ 2-ാം നാഴിക പറഞ്ഞ് പഠിപ്പിച്ചവൻ ഇപ്പോ ഒരു യാചകനെ പോലെ അവരോട് ചോദിക്കുകയാണ്. താൻ ഏറ്റവും സ്നേഹിച്ച തന്റെ കൂട്ടത്തിൽ 3.5 വർഷമായിട്ട് കൊണ്ടു നടക്കുന്ന ആളുകളോട് ചോദിക്കുക, ഒരു നാഴിക തരാവോ? എത്ര ഭയങ്കരമാണ് പ്രിയപ്പെട്ടവരെ. ഒരു നാഴിക തരാമോ എന്നാണ് ക്രിസ്തുവിന്റെ ചോദ്യം. ഇസ്രായേൽ ഗോത്രത്തെ 12 സിംഹാസനങ്ങളിൽ ഇരുന്ന് ന്യായം വിധിക്കുന്നതുൾപ്പെടെ അനുഗ്രഹങ്ങളുടെ കലവറയില്ലാത്ത ഭണ്ഡാരം അവരുടെ മേൽ തുറന്നു വെച്ചവനാണ് ഒരു നാഴികയ്ക്ക് വേണ്ടി ഇപ്പൊ ചോദിക്കുന്നത്. എന്താണ് ഈ നാഴികയുടെ പ്രത്യേകത? ഒരു നാഴികയ്ക്ക് വേണ്ടി ക്രിസ്തു ചോദിക്കുമ്പോൾ
ഈ നാഴികയുടെ പ്രത്യേകത എന്താണ്? ദിസ് ഈസ് ദ ക്രൂഷ്യൽ ടൈം ഇൻ ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ്. യേശുവിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, കടലിന്റെ മേൽ നടന്നതോ, രോഗികളെ സൗഖ്യമാക്കിയതോ, അപ്പം വർദ്ധിപ്പിച്ച് വിതരണം ചെയ്തതോ, ഓശാനയിൽ ആഘോഷത്തോടെ എതിരേൽക്കപ്പെട്ടതോ ഒക്കെ നിങ്ങളില്ലെങ്കിലും നടക്കും. അതൊന്നും യേശുവിന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ നിമിഷങ്ങളല്ല. അതിലൊക്കെ പങ്കുകാരായിരുന്ന ആളുകളോട് ചോദിക്കുകയാണ്, ഈ ഒരു നാഴികയ്ക്ക് ഒന്ന് ഉണർന്ന്, ഒന്ന് കണ്ണ് തുറന്നു പിടിച്ചിരിക്കാനൊക്കോ, ഒന്ന് മനസ്സുകൊണ്ട് ചേർന്നിരിക്കാനൊക്കോ? കണ്ണ് തുറന്നിരിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മനസ്സുകൊണ്ട് ചേർന്നിരിക്കുക എന്നുള്ളതാണ്. അതിനെന്തറിയണം? മനസ്സിലുള്ളത് അറിയണം, അവന്റെ മനസ്സറിയണം, അവൻ അനുഭവിക്കുന്ന വേദന എന്താണെന്നറിയണം. അവനുമായിട്ട് മനപ്പൊരുത്തം ഇല്ലാത്തത് കൊണ്ടാണ് അവൻ ഹൃദയവേദനയിലായപ്പോൾ അവർ ഉറക്കത്തിലായി പോയത്. സഹോദരങ്ങളെ, ക്രിസ്തുവിന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു നാഴികയിൽ കൂടെ നിൽക്കാൻ ഒക്കുമോ എന്നുള്ളതാണ് ഗത്സമന തോട്ടത്തിലെ രണ്ടാമത്തെ പാഠം. ഇത് ക്രിസ്തുവിനെ കുറിച്ച് മാത്രമല്ല, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ആളുകൾ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണിത്. ഒരു നാഴിക എന്നോടൊപ്പം ഉണർന്നിരിക്കാൻ കഴിയുമോ എന്നുള്ളത്. അവരുടെ ഏറ്റവും നിർണായകമായ, അവരുടെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള സന്ദർഭങ്ങളിൽ, അവരുടെ വാർദ്ധക്യത്തിൽ, അവരുടെ മരണക്കിടക്കയിൽ, അവരുടെ ദുരിതത്തിൽ, അവരുടെ നിസ്സഹായതയിൽ അവർക്കൊന്ന് കൈകൊടുക്കുവാൻ, അവരെ ഒന്ന് മനസ്സിലാക്കി ചേർന്ന് നിൽക്കുവാൻ ഒരു നാഴിക അവരുടെ കൂടെ നിൽക്കാൻ ഒക്കുമോ എന്ന് ചോദിക്കുന്ന ആളുകൾ ഒരുപക്ഷെ നമ്മുടെ വീട്ടിലുണ്ടാകും, നമ്മുടെ രക്തത്തിലുണ്ടാകും, നമ്മുടെ കൂടെ ഉണ്ടാകും. ഒരു നാഴിക എൻ്റെ കൂടെ ഉണർന്നിരിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ആ ചോദ്യത്തിൻ്റെ അർത്ഥതലങ്ങൾ വളരെ വിസ്തൃതമാണ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഇവിടെ നമ്മുടെ ഓർമ്മ, നമ്മുടെ ചിന്തകളിൽ രൂപപ്പെടേണ്ടത് ക്രിസ്തു ചോദിക്കുന്ന ഈ ചോദ്യം ശിഷ്യന്മാർ പരാജയപ്പെട്ട ഒരിടമാണ്. ഒന്നും സാധിച്ചില്ല. അവസാനം എന്താണ് പറയുക? മൂന്നാമത്തെ പ്രാവശ്യം വന്നിട്ട് അവർ പറയുന്നത്, ഇനി ഉറങ്ങി ആശ്വസിച്ചോളാൻ എന്ന് പറഞ്ഞാൽ ഇനി ഉണർന്നിട്ട് കാര്യമില്ല. ദി ടൈം ഈസ് ഓവർ. ഇനി ഉണർന്നിരുന്നിട്ട് കാര്യമില്ല, ഇനി ഉറങ്ങി ആശ്വസിച്ചു കൊള്ളുക. അപ്പോ ഒരു നാഴിക എന്റെ കൂടെ ഉണർന്നിരിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ച സമയവും ഇപ്പോൾ എത്തി നിൽക്കുന്ന സമയവും, അപ്പൊ ഒരു നാഴിക ആയിന്ന് വേണം വിചാരിക്കാൻ. പറയാണ്, ഇനി ഉറങ്ങിക്കോ കേട്ടോ. ഇന്ന് പെസഹ പെരുന്നാൾ വീട്ടിൽ കിടന്നുറങ്ങിയ ആളുകളുണ്ട്. ഇനി ഉറങ്ങിക്കോ. പള്ളി വരാനുള്ള സമയം, ആരാധനയുടെ സമയം, ഒരു വർഷത്തില് ഏറ്റവും പ്രധാനപ്പെട്ട ചില ദിവസങ്ങളാണ് നമുക്കുള്ളത്. ആ സമയത്ത് കിടന്നുറങ്ങുന്ന ഒരാളെ സംബന്ധിച്ച് ഈ ചോദ്യം പ്രസക്തമാണെന്ന് വെറുതെ ഞാനൊന്ന് ചേർത്ത് വെച്ചു പോയി എന്നേ ഉള്ളൂ. ആ സമയത്ത് ഉണർന്നിരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇനി നീ കിടന്നുറങ്ങിക്കോ. അതാത് സമയത്തിന്റെ പ്രാധാന്യം, അതാത് അനുഭവങ്ങളുടെ ഗൗരവം അത് മനസ്സിലാക്കിക്കൊണ്ട് ഉണർന്നിരിക്കുവാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ നീ കിടന്നുറങ്ങിക്കൊള്ളാനാ പറയാ. പ്രിയപ്പെട്ടവരെ, ശിഷ്യന്മാരോട് ക്രിസ്തു ചോദിക്കുന്ന ഒരു യാചകന്റെ വേഷത്തിൽ ക്രിസ്തുവിനെ ഞാൻ അവിടെ കാണുകയാണ്. ഉണർന്നിരിക്കുവാനായിട്ട് ഒരു നാഴിക എൻ്റെ കൂടെ ഉണർന്നിരിക്കുവാനായിട്ട് മനസ്സുണ്ടോ എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സമയം പോയി കഴിഞ്ഞാണ് പലതും നമ്മൾ തിരിച്ചറിയുക. പ്രത്യേകിച്ച് അവശ്യം നിർവഹിക്കേണ്ട കടപ്പാടുകളെ കുറിച്ചുള്ള ഓർമ്മ ഒരു കുറ്റബോധമായി നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് സമയം കഴിഞ്ഞിട്ടാണ്. ചിലപ്പോൾ കൂടെയുള്ളവർ വേർപെട്ട് കഴിഞ്ഞിട്ടാണ്. ചിലപ്പോൾ കൂടെയുള്ളവർ എന്നേക്കുമായി നമ്മിൽ നിന്ന് നീക്കപ്പെട്ടതിന് ശേഷമാണ്. ഒരു നാഴിക അവസരം കിട്ടിയത് നഷ്ടപ്പെടുത്തിയതിന്റെ കുറ്റബോധവും വേദനയും ദുഃഖവുമായി ഞാനും നിങ്ങൾ യാത്ര ചെയ്യുന്നത്. സഹോദരങ്ങളെ, ഒരു സ്ത്രീ വന്ന് പറയുകയാണ്, അവരുടെ ഭർത്താവിന്റെ അമ്മയുമായി വലിയൊരു സംഘടനത്തിലായിരുന്നു. നാളുകളായി അവർ കഥ പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്: 3 മാസം കഴിഞ്ഞു അമ്മ മരിച്ചിട്ട്, എനിക്ക് ദുഃഖം സഹിക്കാനൊക്കുന്നില്ല. ഞാൻ തുടങ്ങി, അതെന്താ അമ്മയോട് അത്ര അഫെക്ഷനായിരുന്നോ? അങ്ങനൊന്നുമില്ല അച്ഛാ, ഞങ്ങൾ ഭയങ്കര അടിയായിരുന്നു. അവർ കരഞ്ഞുകൊണ്ടാണ് പറയുക. അടിവെച്ച് അമ്മായിയമ്മ മരിച്ചു പോയതിന് എന്താണ് കരയുക?
പെട്ടെന്നുള്ള മരണമായിരുന്നോ? അതുമല്ല, കുറെ നാളുകളായിട്ട് കിടപ്പായിരുന്നു. അവിടെ എൻ്റെ ആശങ്ക വർദ്ധിക്കാൻ തുടങ്ങി. എന്നും വഴക്ക് കൂടിക്കൊണ്ടിരുന്ന അമ്മാവിയമ്മ, നാളുകളായിട്ട് കിടപ്പിലായിരുന്ന അമ്മായിയമ്മ, ഇതൊന്ന് മരിച്ചു കിട്ടിയാൽ ആ സ്ത്രീ സന്തോഷിക്കുക, ഇനി സന്തോഷിച്ചില്ലെങ്കിലും ആശ്വസിക്കുകയല്ലേ വേണ്ടത്. അവർ പറയാണ്, അച്ഛാ എന്നും വഴക്കാണ്. അങ്ങനെ ഒരു ദിവസം അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതൊക്കെ ഞാൻ വളരെ ഇൻഡിഫറൻ്റ് ആയിട്ടാണ്. ഒരിക്കലും അവരെ കരുതേണ്ടതുപോലെ കരുതിയോ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിച്ചോ ഞാൻ പെരുമാറിയിട്ടില്ല. എന്നും എൻ്റെ മനസ്സിൽ അവരോട് ദേഷ്യം, ശത്രുത, വൈരാഗ്യമാണ്. ഒരു ദിവസം ഭക്ഷണം കൊണ്ടങ്ങ് നിരക്കിയിട്ടിട്ട് ഞാൻ തിരിച്ചു പോരുമ്പോൾ ഇവരെന്നെ വിളിച്ചു, മോളെ. ആദ്യമായിട്ടാണ് അങ്ങനൊരു വിളി. ഇതിനു മുമ്പൊക്കെ വിളിച്ചിട്ടുള്ള വിളിയെക്കുറിച്ച് ഞാൻ അച്ഛനോടൊന്നും പറയുന്നില്ല. മോളെ എന്നുള്ള വിളി കേട്ട് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ പാടില്ലാതെ അവർ തിരിഞ്ഞു നോക്കി. ആ സ്ത്രീ കിടന്ന കിടപ്പിൽ അമ്മാവിയമ്മ കൈ കാണിക്കുകയാണ്. കൈ കാണിച്ചവര് അടുത്ത് ചെന്നപ്പോൾ ആ കൈ പിടിച്ചിട്ട് ഈ അമ്മ ഒരു ചുംബനം കൊടുത്തു. എന്ത് സംഭവിക്കുന്നു എന്നറിയാൻ പാടില്ലാതെ ആ സ്ത്രീ മടങ്ങി. അന്ന് ഒരു സ്ത്രീയുടെ വാചകമാണ്, അച്ഛാ ഒരു 3 മാസം മുമ്പ് ഈ അമ്മ എന്നോട് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ അവരെ പൊന്നുപോലെ നോക്കിയേ. എനിക്ക് അവസരം തന്നില്ല, അവര് ജയിച്ചു, ഞാൻ തോറ്റു. ഓർക്കണം, മരിക്കുന്നവരെല്ലാം ജയിക്കുന്നു, ജീവിച്ചിരിക്കുന്നവർ തോക്കുന്നു. മരിക്കുന്നവർ ജയിക്കുന്നു, ജീവിച്ചിരിക്കുന്നവർ പരാജയപ്പെടുന്നു. കുറെ സങ്കടങ്ങളും കുറ്റബോധങ്ങളും വേദനകളുമൊക്കെയായിട്ട് പിന്നെ നിരങ്ങുകയാണ്. ജീവിതം തള്ളി നീക്കുകയാണ്. ചെയ്യേണ്ടത് ചെയ്യാൻ കിട്ടിയ അവസരങ്ങൾ ഉപയോഗിക്കാൻ കഴിയാതെ പോയതിന്റെ ദുഃഖഭാരവുമായിട്ടുള്ള യാത്രയാണ്. അവരുടെ ജീവിതത്തിലെ നിർണായകമായ ഒരു നാഴികയിൽ കൂടെ നിൽക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള സങ്കടവും പേറി ശവക്കുഴി വരെ യാത്ര ചെയ്യേണ്ടുന്ന ഒരു ദയനീയത. സഹോദരങ്ങളെ, ഒരു നാഴിക കൂടെ നിൽക്കുവാൻ എന്നെ ക്ഷണിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞു, ഒരു നാഴിക കടപ്പാടിന്റെ നാഴികയാണ്, ഒരു നാഴിക ബാധ്യതയുടെ നാഴികയാണ്. ഒരു നാഴിക എന്ന് പറഞ്ഞാൽ നാം ചെയ്യേണ്ടതാണ്. നാം ചെയ്യേണ്ടിടത്ത്, നാം സ്നേഹിക്കേണ്ടിടത്ത്, നാം കരുതേണ്ടിടത്ത് കരുതാതെ പോയാൽ ഒരു നാഴികയിൽ നാം പരാജയപ്പെടുകയാണ്. ക്രിസ്തുവിന്റെ ചോദ്യം ഇതാണ്, ഒരു നാഴിക നിങ്ങൾക്ക്, എന്നോടല്ല, നിങ്ങളോടല്ല, അവരോട് കൂടെ കൊണ്ടു നടന്ന, ഏറെ സ്നേഹിച്ച, ഏറ്റവും പ്രിയപ്പെട്ടവരായി മാർവോട് ചേർത്ത് നിർത്തിയ, കഴിഞ്ഞ ദിവസമാണ് സ്വന്തം ശരീരം മുറിച്ച് നൽകിയിട്ട് വാങ്ങി ഭക്ഷിപ്പീനെന്ന് പറഞ്ഞ് അത്രമാത്രം മുറിച്ചു നൽകുന്ന സ്നേഹത്തെ പ്രകടമാക്കിയവൻ പിന്നെ കാലുകഴുകി തൻ്റെ അവരോടുള്ള വാത്സല്യം, ഞാനും നിങ്ങളും ഒന്നാണെന്ന് പ്രകടിപ്പിക്കുന്ന ശുശ്രൂഷയുടെ മഹത്തരമായ ഭാവം അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചവൻ ഇന്ന് ഗത്സമനായിൽ ഈ രാത്രി ചോദിക്കുന്ന ചോദ്യമാണ്, ഒരു നാഴിക, ഒരു നാഴിക. നിങ്ങൾക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ല കേട്ടോ, നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. പക്ഷേ ഒന്ന് ഉണർന്നിരിക്കാവോ? ഞങ്ങൾ കൂടെയുണ്ടെന്നൊന്ന് എനിക്കൊന്ന് തോന്നത്തക്ക രീതിയിൽ. നമ്മളൊന്നും ഒരുപക്ഷെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ ഉണർന്നിരുന്നിട്ട് ഒരു കാര്യമുണ്ടാവില്ല. പക്ഷെ ഇത്രയൊരു തോന്നല്, ഞങ്ങൾ കൂടെയുണ്ട് കേട്ടോ, ഞങ്ങൾ കൂടെയുണ്ട് എന്നൊന്നവരെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ്. മനസ്സുകൊണ്ട് ചേർന്ന് നിൽക്കുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഈ ഒരു നാഴികയുടെ ഉണർവ്. ഒരു നാഴിക ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ശിഷ്യന്മാർ പരാജയപ്പെട്ടു പോയ രംഗമാണ്. ക്രിസ്തുവിനോടുകൂടെ ഒരു നാഴിക ഉണർന്നിരിക്കുവാൻ കഴിഞ്ഞില്ല. വിശുദ്ധ മത്തായി 26-ാം അധ്യായത്തിലാണ് ഇത് എഴുതിയിരിക്കുക. ഇതെഴുതിയ മത്തായി ശ്ലീഹ എന്തു നൊമ്പരപ്പെട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ ഓർത്തു പോയിട്ട്. ഇത് എഴുതുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കരങ്ങൾ വിറയ്ക്കുന്നുണ്ടാകും. ക്രിസ്തു ചോദിച്ച ചോദ്യത്തിന്റെ മുമ്പിൽ യെസ് എന്ന് പറയാൻ കഴിയാതെ, അതിന്റെ മുമ്പിൽ യഥായോഗ്യം പ്രതികരിക്കുവാൻ കഴിയാതെ നിസ്സഹായരായി പിന്നെയും ഉറങ്ങിപ്പോയ ശ്ലീഹന്മാര്, സഹോദരങ്ങളെ അവരെന്ത് വേദനിച്ചിട്ടുണ്ടാകും. ഗത്സമനിയുടെ 2-ാം പാഠമാണ് ഒരു നാഴിക. നമ്മുടെ കൂടെയുള്ള ആളുകളുടെ മുമ്പിൽ, കൂടെ ജീവിക്കുന്നവരുടെ മുമ്പിൽ, ചെയ്യേണ്ട ചുമതലകളുടെ മുമ്പിൽ ഒരു നാഴിക എന്ന യാത്രയിൽ പരാജയപ്പെടുന്നില്ല എന്ന് ഉറപ്പാക്കേണ്ടതാണ്. മൂന്നാമത്, ഗത്സമനായുടെ 3-ാമത്തെ പാഠം ഒരു ചുംബനത്തിന്റെ പാഠമാണ്. ചുംബനം അടുത്ത നാളുകളിൽ വളരെ
ചുംബന സമരമുൾപ്പെടെ കേരളം ചർച്ച ചെയ്ത വിഷയമാണ്. ചുംബനം സ്നേഹത്തിന്റെ പ്രകടനമാണ്. ചുംബനം ആത്മാർത്ഥതയുടെ പ്രതിഫലനമാണ്. ചുംബനം ആത്മബന്ധത്തിന്റെ അനുഭവമാണ്. വെറുതെ കാണുന്നവരെയെല്ലാം ചുംബിക്കാറില്ല, അത് പ്രശ്നമായിട്ട് മാറും. ഇവിടെ ആത്മാർത്ഥതയുടെയും സ്നേഹത്തിന്റെയും ആത്മബന്ധത്തിന്റെയും ഒക്കെ തലത്തിലാണ് ചുംബനം എന്ന വാക്ക് അവതരിപ്പിക്കപ്പെടേണ്ടത്. ഇവിടെ ഗത്സമനായിൽ ഒരു ചുംബനം അരങ്ങേറുകയാണ്. ആ ചുംബനം നടത്തുന്നത് അല്പം മുമ്പ് കാൽ കഴുകപ്പെട്ട ഒരു ശിഷ്യനിൽ നിന്നാണ്. കുറച്ചു സമയമായിട്ട് ഇവൻ കൂടെയില്ല കേട്ടോ, കുറച്ചു നേരമായിട്ട് ഇവനെ അവിടെ പലരും അന്വേഷിക്കുന്നുണ്ട്, അവരുടെ കൂട്ടത്തിലില്ല. തൊട്ടുപുറകിൽ ഈ അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, 12 കൂട്ടത്തിലുള്ള ഇസ്കാരിയോത്ത യൂദായിൽ സാത്താൻ കടന്നു എന്ന. അതിൽ പിന്നെ അവൻ ശിഷ്യന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റൊരു പോക്കാണ് മഹാപുരോഹിതന്മാരുടെയും ശാസ്ത്രിമാരുടെയും ഒക്കെ അടുത്തേക്ക്. അവന്റെ കൂട്ടുകെട്ട് മാറി, അവന്റെ കൂട്ടായ്മ മാറി, അവൻ ക്രിസ്തു ബന്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ. അങ്ങനെ ചില ആളുകളുണ്ട്, സഭയോടുള്ള ബന്ധത്തിൽ നിന്ന്, ആരാധനയോടുള്ള ബന്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവർ. അനുഭവിച്ച ദൈവകൃപ, ആസ്വദിച്ച ദൈവകൃപ അന്യാധീനപ്പെടുത്തുന്ന ചില യാത്രകൾ, ചില കൂട്ടുകെട്ടുകൾ, ചില ബന്ധങ്ങൾ. ഇപ്പൊ അവൻ വരികയാണ്, കൂടെ കുറെ ആളുകളുണ്ട്. അവൻ വന്ന് ക്രിസ്തുവിനെ ചുംബിക്കുക. ഞാൻ പറഞ്ഞു, ചുംബനം സ്നേഹത്തിന്റെ പ്രതിഫലനമാണ്. പക്ഷെ ഇവിടെ ചുംബനം ഒരു കാപഢ്യമാണ്, നാടകമാണിത്. ഞാൻ ആരെ ചുംബിക്കുന്നോ അവനാണ് യേശു എന്ന് പറഞ്ഞൊത്തിട്ട് വരുന്ന വരവാണ്. എന്തൊരു ഭീകരതയാണ്, എത്ര മൃഗീയമാണ്. ഇവനും വിശുദ്ധ കുർബാന അനുഭവിച്ചതാണ് കേട്ടോ. വിശുദ്ധ കുർബാനയിൽ പങ്കുകാരനായ യൂദയാണ് ഇപ്പോൾ ക്രിസ്തുവിനെ ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുക്കുന്നത്. യൂദ ചുംബിക്കുവാനുള്ള കാരണം ക്രിസ്തുവിനോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണ് എന്നൊന്നും വേദപുസ്തകം പറയുന്നില്ല. വേദപുസ്തകം പറയുന്ന ഒറ്റക്കാരിയുള്ളൂ, യൂദ ചുംബിച്ച് ഒറ്റിക്കൊടുക്കാനുള്ള കാരണം 30 വെള്ളിക്കാശാണ്. 30 വെള്ളിക്കാശിന് വേണ്ടി യൂദ യേശുവിനെ ചുംബിക്കുകയാണ്. കാപട്യത്തിന്റെ തലത്തിലേക്ക് യൂദ മാറിപ്പോയി. സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ കാണുന്ന ഒരു ലോകം എത്ര കാപട്യപൂർണമാണ്. ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. മതത്തിന്റെ അതിർവരമ്പുകൾക്കപ്പുറത്തേക്ക് വിവാഹബന്ധം. ഒരേ മതത്തിലും ഒരേ സഭയിലും ഒരേ ഇടവകയിലും പെട്ടവർ കല്യാണം കഴിച്ചിട്ട് രക്ഷപ്പെടുന്നില്ല. ഒരേ സംസ്കാരത്തിലും ആലോചനകൾ നടന്ന്, ഒരുപാട് പരിശോധനകൾ നടന്ന്, അമേരിക്കയിലൊക്കെ കേട്ടിട്ടുണ്ട്, ഏതാണ്ട് 2 വർഷം പരസ്പരം മിണ്ടിയിട്ടാണ് അവരങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുന്നത്. പറ്റുമോ എന്ന് തീരുമാനിച്ചിട്ട് വിവാഹം കഴിക്കാനായിട്ട് ഒരുങ്ങുക. അങ്ങനെയൊക്കെ അവർ പരിശ്രമിക്കുകയാണ് കുടുംബബന്ധം ഭംഗിയാക്കി കൊണ്ടുപോകാൻ. ഒത്തിരി ആലോചനകളും പരിശ്രമങ്ങളും നടന്നിട്ട് ഒരു വിവാഹബന്ധത്തിലേക്ക് വന്നിട്ട് ഇവിടെ ശരിയാവുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പരാതി. 3 മാസം പഠിക്കാൻ പോയിടത്ത് വെറും 3 മാസത്തെ പരിചയത്തിന്റെ പുറത്ത് പുതിയ ബന്ധമാണ്. അവിടെ സംസ്കാരം എന്താണ്, നാടേതാണ്, ഏത് തരത്തിലുള്ള ആളാണ്, ഈ അന്വേഷണങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല. വളരെ വളരെ വിചിത്രമായിട്ട് തോന്നുന്നുണ്ട്. ഈ കഴിഞ്ഞിടയ്ക്ക് പത്രങ്ങളിൽ വായിക്കുന്ന കുറെ പീഡനങ്ങളുടെ കഥകൾ ഫേസ്ബുക്കിൽ പരിചയപ്പെട്ടതാണ്. എത്ര വിചിത്രമാണ്. ഇതിൻ്റെയൊക്കെ ബോധം എന്താണ്? ഇതിൻ്റെയൊക്കെ തലയ്ക്കകത്ത് ആൾതാമസം ഇല്ലല്ലോ എന്ന് വിചാരിച്ച് നൊമ്പരപ്പെടുകയാണ്. ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത, ആരാണെന്നും എന്താണെന്നും ഏതാണെന്നും എങ്ങനെയുള്ളതാണെന്നും അറിയാൻ പാടില്ലാത്ത, ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നോക്കിയിട്ട് ഒരു പുതിയ ബന്ധത്തിന്റെ തലമാണ്. അവൻ പീഡിപ്പിച്ചില്ലെങ്കിൽ അതിശയുള്ളൂ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സ്നേഹത്തിന്റെ ആത്മാർത്ഥത, സ്നേഹത്തിന്റെ യഥാർത്ഥ ഭാവം തിരിച്ചറിയാൻ കഴിയാതെ എന്തോ വികലമാക്കപ്പെട്ട വിഭ്രാന്തിയോടുകൂടെ യാത്രയാവുകയാണ് ആരുടെയെങ്കിലും ഒക്കെ പുറകെ. അവിടെ ജനിപ്പിച്ചവനും
വളർത്തിയവനും ഒന്നും യാതൊരു വിലയുമില്ലാത്ത, യാതൊരു അംഗീകാരവുമില്ലാത്ത ചാനലുകളിൽ ഗംഭീര ചർച്ചയാണ്. സഹോദരങ്ങളെ, മനുഷ്യർ തമ്മിലുള്ള ഒരുമിച്ചുള്ള കുടുംബജീവിതത്തിന്റെ അന്തരീക്ഷം എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. എത്ര ഉദാഹരണങ്ങൾ എടുത്തു കാട്ടിയാലും ഇങ്ങനെയൊക്കെയുള്ളവരും ജീവിക്കുന്നില്ലേ എന്ന് പറഞ്ഞ് അവതരിപ്പിച്ചാലും അവിടെയൊക്കെ നാം മനസ്സിലാക്കേണ്ടത് ഇത് വളരെ നിർണായകമാണ്. ഈ അവസ്ഥ, ഈ സാഹചര്യം, എത്രയെത്ര മാതാപിതാക്കളാണ് നൊമ്പരപ്പെട്ട് നിൽക്കുന്നതെന്ന് നിങ്ങൾക്കറിയോ? ഈ ചർച്ച ചെയ്യുന്നവർക്കൊക്കെ രാഷ്ട്രീയ ഭാവങ്ങളുണ്ട്, അവർക്കൊക്കെ അവരുടേതായ ലക്ഷ്യങ്ങളുണ്ട്. പല ഭവനങ്ങളും മക്കള് വിവാഹം, പെൺമക്കള് പ്രത്യേകിച്ച് വിവാഹം കഴിക്കാൻ സമ്മതിക്കാതെ നീണ്ടു നിൽക്കുന്ന അനേകയിടങ്ങളുണ്ട്. എവിടെയോ വെച്ച് കണ്ടുമുട്ടിയ ഒരുത്തനെ മതി എനിക്കെന്ന് പറഞ്ഞ് ശക്തമായ തീരുമാനമെടുത്തിട്ട് ഒരു വിവാഹവും അല്ലെങ്കിൽ ഒരു വിവാഹവും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഭവനത്തിൽ ഒരു മൂകസാക്ഷിയായി നിലകൊള്ളുന്ന പെൺകുഞ്ഞുങ്ങളുടെ എണ്ണം ഇന്ന് വളരെ കൂടുതലാണ്. ഞാൻ സൂചിപ്പിച്ചത് സ്നേഹത്തിന്റെ കപടഭാവമാണ്, ആഴമില്ലാത്ത സ്നേഹമാണ്. ഒരു ഭ്രാന്തായിട്ട് സ്നേഹം മാറുകയാണ്. സ്നേഹം ഒരു വിഭ്രാന്തിയുടെ തലത്തെ രൂപപ്പെടുത്തുക, വകതിരിവില്ലാത്ത. പണ്ടേതോ കവി പറഞ്ഞു പോലും പ്രേമത്തിന് കണ്ണും മൂക്കും ഇല്ലെന്ന്. കണ്ണും മൂക്കും മാത്രമല്ല, ഒന്നുമില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിൽ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. യൂദായുടെ ചുംബനമാണ് ഇന്ന് പലപ്പോഴും ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്ന, അത് സ്നേഹമാണെങ്കിലും പ്രേമമാണെങ്കിലും യൂദായുടെ ചുംബനമാണ്. എന്താണ് യൂദായുടെ ചുംബനമെന്നറിയാമോ? അന്നാരെ കിട്ടുന്ന സുഖമാണ്. നീണ്ടു നിൽക്കുന്ന സുഖത്തിന്, നീണ്ടു നിൽക്കുന്ന സന്തോഷത്തിന് ഇവിടെ പ്രസക്തിയില്ല. നീണ്ടു നിൽക്കുന്നതൊന്നുമല്ല ഇവിടുത്തെ ധാരണ. 30 വെള്ളിക്കാശ് കയ്യിൽ കിട്ടിയാൽ അത് മതിയെന്ന് വിചാരിക്കുന്ന യൂദയുടെ മനോഭാവമാണ് ഇന്നത്തെ സ്നേഹം എന്ന വലയത്തിൽ രൂപപ്പെടുന്ന കാപട്യങ്ങൾക്ക് പിന്നിലുള്ളത്. പ്രിയപ്പെട്ടവരെ, യൂദയുടെ വെള്ളിക്കാശും വളരെ ഭീകരമായൊരു കഥയാണ് നമ്മോട് പറയുക. എന്താണ് യൂദയുടെ വെള്ളിക്കാശ്? വകതിരിവ് വന്നപ്പോ യൂദ ആലോചിച്ചു, എനിക്ക് സ്വന്തമായിരുന്നത്, ഞാൻ പൊന്നുപോലെ കാത്തു സൂക്ഷിച്ചത്, ഞാൻ ജീവിതത്തിൽ ഏറ്റവും വിലയേറിയതായിട്ട് കണ്ടത് എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇത് വകതിരിവ് വരുമ്പോഴത്തെ ആലോചനയാണ്. ഇത് കാലം സമ്മാനിക്കുന്ന തിരിച്ചറിവാണ്. ഇത് കാപട്യത്തിന്റെ പുറകെ യാത്രയാകുന്നവർ അനുഭവത്തിലൂടെ സമ്പാദിക്കുന്ന ഒരു വിവേകമാണ്. യൂദായുടെ വെള്ളിക്കാശിനെ കുറിച്ചുള്ള സ്മരണ, 30 വെള്ളിക്കാശ് കയ്യിൽ പിടിച്ചിട്ട് യൂദ പറഞ്ഞു, ഏറ്റവും വിലയേറിയത് എനിക്ക് നഷ്ടമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ലോകവുമായി ബന്ധപ്പെടുമ്പോ ഏറ്റവും വിലയേറിയത് ഞാൻ തന്നെ നശിക്കപ്പെട്ടിരിക്കുന്നു. എനിക്ക് ഏറ്റവും വിലയേറിയതായിരുന്ന എന്റെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടിരിക്കുന്നു, എന്റെ കുടുംബം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇത് യാത്രയുടെ വഴിയിൽ ലഭിക്കുന്ന വെറും നാശത്തിന്റെയും നഷ്ടത്തിന്റെയും അവബോധമാണ്. എന്താ യൂദ ചെയ്തതെന്നറിയോ? ആരുടെ കയ്യിൽ നിന്നാണോ കാശ് കിട്ടിയത് അവരുടെ കൈ കൊണ്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾ ആ മനുഷ്യന്റെ മുഖം ഒന്ന് ആലോചിച്ച്, ഇത് ഞാൻ നിങ്ങൾക്ക് തരാം, നിങ്ങൾ എനിക്ക് അവനെ തരണം. ഈ 30 വെള്ളിക്കാശ് ഞാൻ നിങ്ങൾക്ക് തരാം, നിങ്ങൾ എനിക്ക് അവനെ തരണം. ഇതാണ് യൂദായുടെ ഇപ്പോഴത്തെ ആവശ്യം. സഹോദരങ്ങളെ, ഒരിക്കലും തിരിച്ചു കിട്ടാത്തതാണ് നഷ്ടപ്പെട്ടു പോയത്. ഇതുകൊണ്ട് എന്താണ് അതുകൊണ്ട് നേടിയത്? അതുകൊണ്ട് തിരിച്ചു പിടിക്കാനൊക്കാത്തതാണ് വന്നിരിക്കുന്ന നഷ്ടം. നഷ്ടം എന്നേക്കുമായിട്ടുള്ളതാണ്, നേട്ടം നൈമിഷികമാണ്. അവര് പറഞ്ഞത് നീ നിന്റെ കാര്യം നോക്കിക്കൊള്ളാനാണ്. ഇന്നലെ ഏറ്റവും സ്നേഹത്തോടെയാണ് മഹാപുരോഹിതന്മാർ യൂദയെ സ്വീകരിച്ചത്. അവരുടെ പന്തിയിൽ യൂദയുടെ സ്ഥാനം ഗൗരവമുള്ളതായിരുന്നു. എന്നാൽ ഇന്ന് യൂദയോട് അവർ പറയുന്നത്, നിന്റെ കാര്യം നീ നോക്കിക്കൊള്ളുക. 30 വെള്ളിക്കാശിന്റെ താൽക്കാലിക സുഖത്തിന് പിന്നാലെ യാത്ര ചെയ്യുന്നവരുടെ ഏതാണ്ട് അവസ്ഥ ഇതുപോലെയൊക്കെയാണ് എന്ന് നാം പറഞ്ഞു വെക്കേണ്ടി വരും. ഈ 30 വെള്ളിക്കാശുമായിട്ട് യൂദ പോകുന്ന പോക്ക് എവിടേക്കാണ് എന്ന് നമുക്കറിയാം. അത് പറയാൻ എനിക്ക് ഭയമാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. 3-ാം പാഠം, ഗത്സമനയിലെ 3-ാമത്തെ പാഠം കാപട്യത്തിന്റെ ചുംബനമാണ്. സഹോദരങ്ങളെ, ഹൃദയം തുറന്ന് സ്നേഹിക്കണം.
അല്ല, നിന്നെ സ്നേഹിക്കുന്നവരെ, നിന്നെ ഹൃദയം തുറന്ന് സ്നേഹിക്കുന്നവരെ നീ അറിയുകയെങ്കിലും വേണം. നിനക്കിനി സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിന്നെ സ്നേഹിക്കുന്നവരെ, യഥാർത്ഥത്തിൽ നിന്നെ സ്നേഹിക്കുന്നവരെ നീ ഒന്ന് അറിയുകയെങ്കിലും വേണം. നിന്നെ സ്നേഹിച്ച നിന്റെ നാഥനെ നിനക്ക് മനസ്സിലായില്ലല്ലോ, വെറും 30 എന്നെടുത്ത് കാണിച്ചപ്പോ അതിന്റെ പിന്നാലെ നീ പോയല്ലോ എന്നുള്ളതാണ് ഇവിടെ രൂപപ്പെടുന്ന സങ്കടം. കഷ്ടതരമാണ്. അനുഭവിക്കുന്നവർക്ക് മാത്രമേ ഈ വേദന മനസ്സിലാവുകയുള്ളൂ. ക്രിസ്തു യൂദയ്ക്ക് എന്നും അന്യനാവുകയാണ്. തിരിച്ചു വരാനൊരു സാധ്യത പോലുമില്ലാത്ത നാശത്തിലേക്ക് യൂദ പോവുക. ഗത്സമനയിലെ 4-ാം പാഠം അതൊരു വാളിന്റെ കഥയാണ്. നിങ്ങൾക്കറിയാം, ഉറങ്ങിക്കിടക്കുകയാണ്. ഉറങ്ങിക്കിടക്കുന്നവരൊന്ന് ഉണർന്നു. എപ്പോഴാണെന്നറിയാവോ? യൂദ വന്നപ്പോ പന്തവും വാളും വടികളുമായി യൂദയും പടനായകന്മാരും വന്നപ്പോ ഉറങ്ങിക്കിടന്നവരെല്ലാം സടകുടഞ്ഞെഴുന്നേറ്റു. അവര് സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് തുടങ്ങുകയാണ്. അരനാഴിക, ഒരു നാഴിക ഉണർന്നിരിക്കാൻ കഴിയുകയില്ല എന്ന് ചോദിച്ചപ്പോ കൂർക്കം വലിച്ചുറങ്ങിയവര് ഇപ്പോ ഏതാണ്ടൊക്കെ ഉണർന്നിട്ടുണ്ട്. അതും പെസഹായിക്ക് വിശുദ്ധ കുർബാനയൊക്കെ തീരാറാകുമ്പോഴത്തേക്ക് ഉണരുകയല്ലേ എന്ന് പറഞ്ഞല്ലേ, കുർബാന അനുഭവിക്കാറായി, എല്ലാം റെഡിയാകുക എന്ന് പറഞ്ഞതുപോലെ അവസാനമായപ്പോ ഇവർ ഉണരാൻ തുടങ്ങി. ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം, ഉറക്കത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ സ്വല്പനേരത്തേക്ക് എന്തുണ്ടാവില്ല? വെളിവുണ്ടാവില്ല. ഉറങ്ങിയതിന്റെ ലക്ഷണമാണത്. കൂടെ ഇരിക്കുന്നവരോട് ആരാന്നൊക്കെ ചോദിച്ചു പോകും, വെളിവില്ല. ആ വെളിവിലേക്ക് വരാൻ ഒരല്പം നോർമലാകാൻ അല്പസമയം എടുക്കുക. ഏതാണ്ട് ആ ലെവലിലാണ് ഇപ്പോ പത്രോസ് ഉൾപ്പെടെയുള്ള അപ്പോസ്തലന്മാരുടെ സ്ഥിതി. രംഗം ഭയങ്കരമാണ്, ഭയാനകമാണ്. ക്രിസ്തു പിടിക്കപ്പെടുവാൻ പോവുകയാണ്. പടനായകന്മാരും അതിനോട് ചേർന്ന് മഹാപുരോഹിതന്മാരും എല്ലാം എത്തി. ഗത്സമനയിൽ വളരെ ശാന്തമായിരുന്ന അന്തരീക്ഷം കലുഷിതമായി. ആരുമില്ലാതിരുന്ന ഗത്സമന ആൾനിബിഡമായി. എല്ലാവരുമുള്ള ഗത്സമനയിൽ ശിഷ്യന്മാർ ഉറക്കമുണർന്ന് നോക്കുമ്പോ ഇതാ കർത്താവ് പിടിക്കപ്പെടുക. കർത്താവിനെ പിടിക്കുമ്പോ അവിടെയൊക്കെ ക്രിസ്തു കാണിക്കുന്ന ഒരു മനോവീര്യമുണ്ട്. പ്രതിസന്ധികളുടെ മുമ്പിൽ കർത്താവിനെ പിടിക്കുമ്പോ പത്രോസ് വാളെടുത്ത് വീശി. അതിനു മുമ്പ് ഒരിക്കൽ കർത്താവ് ചോദിച്ചതാ, കയ്യിൽ വല്ലതും ഉണ്ടോ? വാളുണ്ട്, മതി എന്ന് പറഞ്ഞതാണ്. എന്താണ് അതിന്റെ വ്യാഖ്യാനം എന്നുള്ളത് പഠിച്ചിട്ടും മനസ്സിലാവാത്തതാണ്. ആ വാളാണോ ഇത് എന്ന് ഇനിയും അറിയേണ്ടിയിരിക്കുന്നു. പത്രോസ് വാളെടുത്ത് വീശി ഒരുത്തന്റെ കാത് അറുത്തുപോയി. അത്രയൊക്കെ പത്രോസിനെ കൊണ്ട് പറ്റുള്ളൂ. ഇടയ്ക്കുറങ്ങിപ്പോയാലത്തെ കുഴപ്പമാണ്. അത്രയൊക്കെ പത്രോസിനെ കൊണ്ട് പറ്റുള്ളൂ. വാളെടുത്തൊരു വീശാണ്, കാത് താഴെ വീണ്. യേശു പറയുന്ന 4-ാം പാഠത്തിലെ പ്രധാനപ്പെട്ട വിഷയം വാൾ ഉറയിലിടുക എന്നാണ്. വാളെടുക്കുന്നവൻ വാളാൽ വാൾ ഉറയിലിടുക എന്ന് പറഞ്ഞ് പത്രോസിന് താക്കീത് കൊടുക്കുകയാണ്. അതിനേക്കാൾ ദയനീയം എന്താണെന്നറിയോ? പത്രോസ് വെട്ടിവീഴിച്ച കാതെടുത്ത് സൗഖ്യം കൊടുത്തു. പത്രോസ് എത്ര എളിഭ്യനായി കാണും. പത്രോസ് എത്രമാത്രം നാണം കെട്ട് കാണും. പത്രോസിന്റെ ചെറുപ്പം വിവരിക്കാൻ വേണ്ടിയല്ല, ക്രിസ്തുവിന്റെ മഹത്വം പറയുമ്പോൾ ആരുടെ ചെറുപ്പവും പറയാവുന്ന അതൊരു വേദപുസ്തക തത്വമാണ്. ദൈവത്തിന്റെ മഹത്വം പറയുമ്പോൾ മനുഷ്യന്റെ ചെറുപ്പം സ്വാഭാവികമാണ്. പത്രോസ് നോക്കി നിൽക്കെ മൽക്കോസ് എന്ന് പറയുന്ന പട്ടാളക്കാരന്റെ കാതെടുത്ത് സൗഖ്യം കൊടുക്കുക ക്രിസ്തു. വാളുറയിലിടുക. ക്രിസ്തുവിനറിയാം, പത്രോസിന്റെ വാള് പോരാ എന്നെ രക്ഷപ്പെടുത്താൻ. ഇന്ന് വാളിന്റെ പ്രയോഗമാണ്. എതിർക്കുന്നവർക്ക് എതിർക്കുന്നതിനെ എതിർക്കുക, നേരിടുക. ക്രിസ്തു ഇവിടെ പറയുന്ന ഒരു പുതിയ തത്വമാണ്. നമ്മുടെ പോരാട്ടം വാളുകൊണ്ടല്ല. നമ്മുടെ പോരാട്ടം വാളുകൊണ്ടല്ല. ക്രിസ്തു ദൈവരാജ്യം സ്ഥാപിച്ചത് ഒരു വാള് പോലും എടുക്കാതാണ്. എന്തൊരു വിപ്ലവമാണ് ക്രിസ്തു രൂപപ്പെടുത്തിയത്. വിപ്ലവം, രക്തരൂക്ഷിതമായ വിപ്ലവങ്ങൾ ലോകം കണ്ടിട്ടുണ്ട്. രക്തരഹിതമായ വിപ്ലവങ്ങൾ ലോകത്തരങ്ങേറിയിട്ടുണ്ട്. ക്രിസ്തുവിന്റെ വിപ്ലവം രക്തരഹിതമായ വിപ്ലവമായിരുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയെ കുറിച്ച് രക്തരഹിതമായ ബലി, രക്തരഹിതമായ വിപ്ലവത്തെ സൂചിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. സഹോദരങ്ങളെ,
യേശുവിനെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി എത്രയെത്ര ശ്രമങ്ങളാണ് ഇനി മുതൽ അങ്ങോട്ട് അരങ്ങേറുന്നത്. ഒന്നും ഗുണപ്പെട്ടില്ല. അവസാനം അറ്റകൈക്കെന്ന് പറയുന്ന പോലെ ഒരു റെക്കമെൻഡേഷൻ. ആരുടെയാണ്? പീലാത്തോസിന്റെ ഭാര്യ. ഇതിനേക്കാൾ വലിയ റെക്കമെൻഡേഷൻ ലോകത്തുണ്ടോ? ഗവർണറുടെ ഭാര്യ ഒരു ശുപാർശ അയക്കുകയാണ്. അതും പരാജയപ്പെട്ടു. ക്രിസ്തുവിനെ രക്ഷപ്പെടുത്തുവാൻ നിങ്ങൾ ഇനി മുതലുള്ള വേദവായനകൾ, യാമപ്രാർത്ഥനകളിലെ സെദറ, പ്രൊമിയോൻ പ്രാർത്ഥനകളൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, ക്രിസ്തുവിനെ രക്ഷപ്പെടുത്താനുള്ള ഒരുപാട് ശ്രമങ്ങൾ അരങ്ങേറി. ആ ശ്രമങ്ങളെല്ലാം ട്വിസ്റ്റായി മാറിപ്പോവുക, വഴുതിപ്പോവുകയാണ്. എന്നിട്ടോ ക്രിസ്തു ക്രൂസിലേക്ക് യാത്രയാവുകയാണ്. ക്രൂശീകരണം ഒഴിവാക്കാൻ നടത്തിയ എല്ലാ ശ്രമങ്ങളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ക്രിസ്തു ക്രൂസിലേക്ക് യാത്ര ചെയ്യുകയാണ്. ക്രൂസിലേക്ക് ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ക്രിസ്തുവിനെ തടയാൻ പോരാ പത്രോസിന്റെ വാൾ എന്നുള്ളതാണ്. വാളിന്റെ സംസ്കാരം ഗത്സമന നിരുത്സാഹപ്പെടുത്തുകയാണ്. ഏറ്റുമുട്ടലിന്റെ സംസ്കാരം ഗത്സമന നിരുത്സാഹപ്പെടുത്തുകയാണ്. എതിർപ്പിന്റെയും യുദ്ധത്തിന്റെയും പോരാട്ടത്തിന്റെയും സംസ്കാരം ഗത്സമന നിരുത്സാഹപ്പെടുത്തുക. ഗത്സമന ചോദിക്കുന്ന ഇതേ ഉള്ളൂ, നിന്റെ വാളല്ല ഞാൻ ചോദിച്ചത്, അല്പം ഉണർന്നിരിക്കാനൊക്കെ. നിന്റെ വാളല്ല ഞാൻ ചോദിച്ചത്, നീ എനിക്ക് വേണ്ടി പോരാടാൻ തയ്യാറാണോന്നല്ല ഞാൻ ചോദിച്ചത്, എന്റെ കൂടെ അല്പം ഉണർന്നിരിക്കാൻ നിന്നെ കൊണ്ടൊക്കുമോ എന്നുള്ളതാണ്. ഇന്നും സഹോദരങ്ങളെ, ക്രിസ്തു പ്രോത്സാഹിപ്പിക്കുന്നില്ല വാളിന്റെ സംസ്കാരം. പക്ഷെ ക്രിസ്തു ആവശ്യപ്പെടുന്നു ഉണർവിന്റെ സംസ്കാരം. ഉണർവിന്റെ സംസ്കാരമാണ് ഇന്ന് ക്രിസ്തു ആവശ്യപ്പെടുന്നത്. ഉണർവ് എന്ന് പറഞ്ഞാൽ അവന്റെ മനസ്സറിഞ്ഞു നിൽക്കുക എന്നേ ഉള്ളൂ. അവന്റെ മനസ്സ് തിരിച്ചറിഞ്ഞ് അവനു വേണ്ടി നിലകൊള്ളുക. പരാജയപ്പെട്ടത് അവിടെയല്ലേ? വാളെടുക്കാൻ പറഞ്ഞാൽ കുരിശും തൊട്ടിക്ക് ഒരു കല്ല് വന്നു വീണാൽ വാളെടുക്കും നമ്മൾ. സെമിത്തേരിയുടെ അതിരൽപ്പം ഒരാളുടെ കല്ലറയിലോട്ട് കയറിപ്പോയാൽ വാളെടുക്കുകയായി. പള്ളിയിൽ തമ്മിലുള്ള മത്സരങ്ങളിൽ വേണമെങ്കിൽ അത്രയായിട്ടില്ലെങ്കിൽ വാളെടുക്കാൻ തയ്യാറാണ്. എന്തുമാത്രം ബഹളങ്ങളാണ് ദേവാലയ അന്തരീക്ഷങ്ങളിൽ അരങ്ങേറുന്നത്. സമാധാനത്തിന്റെ കേന്ദ്രം ആകേണ്ട ഇടങ്ങൾ തന്നെ അസമാധാനത്തിന്റെ കൂത്തരങ്ങായി അധപ്പതിക്കുകയാണ്. ഓശാനയിൽ പറഞ്ഞ വാക്ക്, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ, എന്നോടാ, നിങ്ങളോടല്ല, നിങ്ങളോ അതിനെ. എപ്പോഴും പള്ളിയിലോട്ട് കയറുമ്പോൾ പള്ളിയുടെ വാതിക്കൽ എഴുതി വെക്കേണ്ട വാക്യാണ്. ചെരുപ്പ് പുറത്തോ അകത്തോ എവിടെയാന്ന് ഇടട്ടെ, എഴുതി വെക്കേണ്ട വാചകം ഇതാണ്, എൻ്റെ പിതാവിൻ്റെ ഭവനം പ്രാർത്ഥനാ ഭവനമാണ്, നിങ്ങൾ അതിനെ കള്ളന്മാരുടെ ഗുഹ ആക്കരുത്. അതിനേക്കാൾ വലിയ ദേവാലയ ബന്ധത്തിലുള്ള ഒരു വാക്യം ക്രിസ്തു സംസാരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ദേവാലയത്തെക്കുറിച്ചുള്ള ക്രിസ്തുവിന്റെ എരിവ് പ്രദർശിപ്പിക്കപ്പെടുന്ന രംഗമാണത്. നമ്മൾ ഗൗരവങ്ങളൊക്കെ വിട്ടുകളയും. താരതമ്യേന ഗൗരവം കുറഞ്ഞതും ചുവന്നുകൊണ്ടാണ് നമ്മുടെ പോക്ക്. പ്രിയപ്പെട്ടവരെ, വാളിന്റെ സംസ്കാരമല്ല, ഉണർവിന്റെ സംസ്കാരമാണ് വേണ്ടത്. അവന്റെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന സംസ്കാരം. നാളെ ശുശ്രൂഷകളെ സംബന്ധിക്കുമ്പോൾ നിങ്ങളൊന്ന് വായിച്ചെടുത്തേ അവന്റെ മനസ്സെന്താണെന്ന്. ആ മനസ്സൊന്ന് വായിച്ചെടുത്തിട്ട് പറ കൂടെയുണ്ടെന്ന്. കൂടെയുണ്ടെന്ന് പറഞ്ഞാൽ അന്ന് ഗത്സമനയിലല്ല, ഇന്ന് ഞങ്ങൾ കൂടെയുണ്ട്. നാളത്തെ കുമ്പിടിയിലും പ്രാർത്ഥനകളും എല്ലാം കഴിഞ്ഞ് കഞ്ഞിയുടെ കണക്കും പറഞ്ഞ് അസ്തമിക്കുന്ന ആരാധനയല്ല, മറിച്ച് മനസ്സുകൊണ്ടൊരു ഉണർവിന്റെ പുതിയ സംസ്കാരം. ബി വിജിലന്റ്, ഉണർന്നിരിപ്പീൻ. എത്ര ഇടത്താണ് യേശു പറയുക. ഉണർവിന്റെ പുതിയൊരു വാളിന്റെ സംസ്കാരം ഇട്ടിട്ട് ഉണർവിന്റെ പുതിയ സംസ്കാരത്തെ സ്വായത്തമാക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഗത്സമന ഒരു പുതിയ അന്തരീക്ഷമാണ്, ഇതുവരെ ഉള്ളതുപോലെയല്ല. അതിലൊന്നാമത്തേത് പ്രാർത്ഥനയുടെ ഭാവമാണ്. ഒറ്റപ്പെട്ടവന്റെ അവസാന ആയുധമാണ് പ്രാർത്ഥന. അവസാന ആയുധം ആകണമെങ്കിൽ നിരന്തരം പ്രാർത്ഥനയുണ്ടാകണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയല്ല, നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവൻ അവസാനത്തെ ആയുധം കയ്യിലെടുക്കുകയാണ്. ഒറ്റപ്പെട്ടവന്റെ, കൂടെ നിൽക്കുവാൻ ആരുമില്ല എന്നുള്ള വേദന പേറുന്നവന്റെ
അവസാനത്തെ ആയുധമാകുന്ന പ്രാർത്ഥന. അതുകൊണ്ടാണ് കൂടെ വരണ്ട കേട്ടോ, കൂടെ വരണ്ട. നിങ്ങളൊക്കെ വന്നാൽ എനിക്ക് ചൊവ്വെ പ്രാർത്ഥിക്കാനൊക്കത്തില്ല. ഉറക്കം തൂങ്ങികളെയും കൊണ്ടുള്ള പ്രാർത്ഥന, അങ്ങനെ ഒരു യാത്ര എത്ര ശോചനീയാണ്. നിങ്ങൾ വരണ്ട, നിങ്ങളിവിടെ ഇരിക്കുക, നിങ്ങളിവിടെ ഇരിക്കുക. ഞാൻ മാത്രം മുമ്പോട്ട്. ഒറ്റപ്പെട്ടവന്റെ അവസാനായുധം പ്രാർത്ഥനയുമായി. ആ പ്രാർത്ഥന തുടങ്ങുന്നത് നിലവിളിയോടെയാണെങ്കിൽ ആ പ്രാർത്ഥന അവസാനിക്കുന്നത് നിശ്ചയദാർഢ്യത്തോടെയാണ്, എന്തും നേരിടാനുള്ള ധൈര്യത്തിലാണ്. അത് അമ്മയുടെ പ്രാർത്ഥനയാണോ എന്നാണ് ഞാനൊരു സംശയം നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് നാളെയെങ്കിലും ഒന്ന് പറയാൻ സാധിച്ചാൽ, നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് നാളത്തെ ആരാധനയിലൂടെ കുരിശുകുമ്പിടിയിലൂടെയൊക്കെ ഒന്ന് ഏറ്റെടുക്കാൻ സാധിച്ചാൽ നമ്മുടെ സങ്കടം തീർന്നില്ലേ? നമ്മുടെ നിരാശ മാറിയില്ലേ? നമ്മൾ ഈ ലോകത്തിൽ കൊണ്ടു നടക്കുന്ന കുറെ ഭാരങ്ങളൊക്കെ അവന്റെ ഇഷ്ടമല്ലേ എന്ന് പറഞ്ഞാൽ പോരെ? അതാരെക്കുറിച്ചും എന്തിനെക്കുറിച്ചും എങ്ങനെയുമാകട്ടെ അവന്റെ ഇഷ്ടമല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് തർക്കമുണ്ടോ? എൻ്റെ ഇഷ്ടം നിന്റെ ഇഷ്ടമായി മാറുന്ന ദിനമാകട്ടെ നാളെ. ഗത്സമനായുടെ പാഠമത, എൻ്റെ ഇഷ്ടം അവന്റെ ഇഷ്ടമായിട്ട് മാറണം. 2, നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ, പക്ഷേ ഒന്ന് ഉണർന്നിരിക്കാനൊക്കുവോ? ഒന്ന് കാണിക്കുക ഞങ്ങൾ കൂടെ ഉണ്ടെന്ന്. ഉറക്കം ഭയങ്കരമാണ്. ഉറക്കം വെളിവ് നശിപ്പിക്കുന്നതാണ്. ഉറക്കം വേദനിക്കുന്നവരുടെ അടുത്തു നിന്നുകൊണ്ടുള്ള ഉറക്കം അഥവാ ഉറക്കം നടിക്കൽ അവരെ സംബന്ധിച്ച് എത്ര ഭീകരായിരിക്കുന്നറിയോ? നമ്മുടെ ആരെങ്കിലും വളരെ മാരകമായി രോഗം വന്ന് കിടക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പുറത്ത് കിടന്ന് ഉറങ്ങിയാൽ എത്ര ഭീകരമായിരിക്കും അവരുടെ മാനസികാവസ്ഥ. ക്രിസ്തുവിന്റെ മനസ്സറിയാതെ പോയതാണ് ശിഷ്യന്മാർ ഉറങ്ങിയതിൻ്റെ കാരണം. ആ ചോദ്യം വളരെ പ്രസക്തമാണ്. നാളത്തെ ആരാധനയെ നമുക്ക് പറയാം, നിന്റെ കൂടെ ഞങ്ങൾ ഉണർന്നിരിക്കും, നിന്റെ കൂടെ ഞങ്ങൾ ഉണർന്നുണ്ടാകും. 3, അതൊരു ചുംബനത്തിൻ്റെ കഥയാണ്, കാപട്യത്തിൻ്റെ ചുംബനമാണ്. ഒരു നിമിഷം കൊണ്ട് നേടുന്ന നേട്ടവും ഉണ്ടാകുന്ന നഷ്ടവും താരതമ്യം ചെയ്തേ. അവിടെ ആ വിവേകം. ആദ്യം എന്താണ് കിട്ടാനുള്ളതെന്ന് കണക്ക് കൂട്ടണം, എന്താണ് നഷ്ടപ്പെടാനുള്ളതെന്ന് കണക്ക് കൂട്ടണം. കിട്ടാനുള്ളതും നഷ്ടപ്പെടാനുള്ളതും തമ്മിൽ താരതമ്യം ചെയ്തിട്ട് ഏതാണ് ഗുണമെന്ന് നോക്കിയിട്ട് അത് വേണം സ്വീകരിക്കാൻ. നഷ്ടപ്പെടാനുള്ളതിനേക്കാൾ കിട്ടാനുള്ളതാണ് കൂടുതലെങ്കിൽ അതിനുവേണ്ടി പിടിക്കണം. ഒരു മനുഷ്യൻ തനിക്കുള്ളതെല്ലാം വിറ്റ് വയല് വാങ്ങിയില്ലേ? അതുപോലെ. പക്ഷേ 30 വെള്ളിക്കാശാണ് കിട്ടിയത്. നഷ്ടപ്പെട്ടത് ഏറ്റവും വലിയ സമ്പത്താണ്, ഏറ്റവും വലിയ സന്തോഷാണ്, പൊന്നുപോലെ കൊണ്ടു നടന്നതാണ് ഇഷ്ടപ്പെടുന്നത്. നമ്മുടെ പല കുഞ്ഞുങ്ങളെയും കുറിച്ച് ഓർക്കുമ്പോൾ കിട്ടുന്ന സന്തോഷത്തിന്റെ പിന്നാലെ യാത്ര ചെയ്യുമ്പോൾ നഷ്ടപ്പെടുത്തുന്നത് എത്ര വിലയേറിയതാണ്, വില മതിക്കാനാവാത്തതാണ്. കുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, കിട്ടാനുള്ളതിന്റെ കണക്കെടുത്ത് നഷ്ടപ്പെടാനുള്ളതിന്റെ കണക്കും കൂടെ കൂട്ടിയിട്ട് മാത്രമേ, നോക്കിയിട്ട് മാത്രമേ തീരുമാനമെടുക്കാവുള്ളൂ. അല്പനേരത്തെ 30 വെള്ളിക്കാശ് വരുത്തി വെക്കുന്ന നിത്യമായ നഷ്ടം അറിയുന്നത് മുന്നോട്ടുള്ള മാർഗത്തിലാണ്. അതൊരു അബദ്ധമായി പോയി, വെറും ഒരു അബദ്ധമല്ല, അതൊരു തീരാത്ത നഷ്ടവും തന്റെ നാശവുമായിട്ട് മാറി എന്നുള്ള ഒരു ചിന്ത. കപടതയുള്ള സ്നേഹം തിരിച്ചറിയണം, ആത്മാർത്ഥതയില്ലാത്ത സ്നേഹം തിരിച്ചറിയണം. മാധ്യമങ്ങളിൽ, സോഷ്യൽ മീഡിയയിൽ രൂപപ്പെടുന്ന ചില മുഖങ്ങളുടെ പിന്നാലെയുള്ള യാത്രകൾ അബദ്ധങ്ങളിലേക്കുള്ള പ്രയാണമാണ്. ഇതുവരെ നീ പഠിച്ചതും ഇതുവരെ നീ പരിശീലിച്ചതുമായ എല്ലാ അഭ്യസനങ്ങളും നിന്നെ പരാജയത്തിന്റെ പടുകുഴിയിൽ ആഴ്ത്തുന്ന യാത്രയാണ്. കപടതയില്ലാത്ത മുഖങ്ങളെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ചുംബനം കാപട്യത്തിന്റെ, അത് വരുത്തി വെച്ച വിന, നേടിയ നേട്ടം 30, പോയത് വലിയ നഷ്ടം. ഈ 30 നടക്കുകയാണ്. തിരിച്ചു തരാവോ എൻ്റെ കർത്താവിനെ? തിരിച്ചു തരാവോ എൻ്റെ കർത്താവിനെ? ലഭിച്ചതുമായി, നേടിയതുമായി നടക്കുക. നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടുമോ എന്നുള്ള നിലവിളിയോടുകൂടെ എവിടെ ചെന്ന് അവസാനിക്കുന്നുവെന്ന് നമുക്കറിയാം. സഹോദരങ്ങളെ, ഗത്സമനായുടെ അവസാന പാഠം നാം കണ്ടത്
അത് വാളിന്റെ സംസ്കാരം അവസാനിപ്പിക്കുന്നതാണ്, വാളിനെ നിരുത്സാഹപ്പെടുത്തുന്നതാണ്, പോരാട്ടമല്ല. പോരാട്ടം എന്താണ്? പൗലോസ് അപ്പോസ്തലൻ പറയും, ജഡരക്തങ്ങളോടല്ല. വാളിന്റെ പോരാട്ടം ജഡരക്തങ്ങളോടാണ്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, മനുഷ്യരോടല്ല, ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോട്, സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേനയോട്, മറ്റു പലതുമാണ്. ആ പോരാട്ടമാണ് നോമ്പ്. നാം എടുക്കുന്ന വാളതാണ്, നാം എടുക്കുന്ന ആയുധമതാണ്. നോമ്പിന്റെയും ഉപവാസത്തിന്റെയും കരുത്തുമായി നമ്മൾ ഏറ്റുമുട്ടുകയാണ് പൈശാചികനോട്. ഈ സന്ധിക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഗത്സമനായുടെ അനുഭവത്തിൽ നിന്ന് ക്രിസ്തു പഠിപ്പിക്കുന്ന പുതിയ പാഠങ്ങൾ ഏറ്റുവാങ്ങി നാളെയുടെ ആരാധനയെ സമ്പന്നമാക്കാം, സന്തോഷകരമാക്കി മാറ്റാം. ഒരു പുതിയ അനുഭവമായി മാറട്ടെ ഈ ദുഃഖവെള്ളിയുടെ ആചരണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.